ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ മാമിയുടെ ഓർമ്മ ദിവസമാണ് കേട്ടോ. ഞാനും അപ്പൂസും കൂടി രാവിലെ തന്നെ ടാട്ടനെ നഴ്സറിയിലാക്കിയിട്ട് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. മാമി മരിച്ചിട്ട് ഇപ്പോൾ ഒരു വർഷമായി. അപ്പം നമ്മൾ രണ്ടാളും കൂടി അവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് വലിയ പരിപാടിയൊന്നുമില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ച് കുറച്ച് കടല എടുത്ത് കഴിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി അവിടെ ഇരുന്ന് കടല കഴിക്കുകയാണ്. ആളൊന്നായിട്ട് വായിൽ കുത്തി കയറ്റിയിട്ട് അതിനി അമ്മ കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് കൊണ്ടുതരാണ്. ഇനി കടലിടാൻ വായിൽ സ്ഥലമില്ല, ബാക്കി അമ്മ കഴിച്ചോന്ന്. ഞാനതൊക്കെ എടുത്ത് കളഞ്ഞ് അങ്ങനെ എന്തൊക്കെയോ ഫോണിൽ നോക്കി ഫോൺ കണ്ടപ്പോൾ സംസാരിക്കുകയാണ്. ഇവിടെ നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലമാണ് മാമൻ്റെ വീട്. ഞങ്ങളെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. കുറേ മാവും കുരുമുളകും നല്ല രസമുള്ളൊരു എന്താ പറയുക, ഒരു ഫീൽ ഗുഡ് സ്ഥലമാണ്. അപ്പോൾ നമ്മളവിടെ ഇരുന്ന് കുറേ നേരം അവിടെ മുന്നിലൊരു പാടാണ്. അങ്ങനെ അച്ചച്ചനെ കണ്ടപ്പോൾ അച്ചച്ചന് കടല കൊടുക്കാൻ പോവാണ്. അച്ചച്ചനും അച്ചമ്മയും എല്ലാവരും ഉണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ. ഈ ഫോട്ടോയിൽ കാണുന്നതാണ് കേട്ടോ മാമി. ഇത് ഞങ്ങളുടെ കല്യാണ ഫോട്ടോ ആണ്. മാമി മരിച്ചുപോയി ഒരു വർഷമായെന്നൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എപ്പോഴും ഇവിടെ വരുമ്പോൾ ചിരിച്ചുകൊണ്ട് നമ്മളെ സ്വീകരിക്കുന്ന മാമി ഇവിടെ ഇല്ലയെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞങ്ങളിതാ അടുക്കളയിലേക്ക് വന്നപ്പോൾ അടുക്കളയിൽ നല്ല കുക്കിംഗ് നടക്കുകയാണ്. വല്യമ്മമാരും അമ്മയൊക്കെ കൂടി ഉച്ചയ്ക്ക് സാമ്പാറിലേക്കുള്ള, പിന്നെ വൈകിട്ട് ബിരിയാണി ഉണ്ടാക്കുന്നത് വല്യച്ഛനാണ്. വല്യച്ഛൻ നല്ലൊരു കുക്കാണ് കേട്ടോ. ആൾ ആന്ധ്രയിലായിരുന്നു, ഇപ്പോൾ ഇവിടെ നാട്ടിൽ തന്നെ ഉണ്ട്. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആയിട്ട് നല്ല അടിപൊളി ബിരിയാണി ഉണ്ടാക്കും വല്യച്ഛൻ. ഉച്ച ഒരു 12:30 ആയപ്പോൾ നമ്മൾ ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു റീഹാബിലിറ്റേഷൻ സെൻറ്ററിലേക്ക് പോവുകയാണ്. അവിടെ ഉച്ചയ്ക്ക് ഫുഡ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും വല്യമ്മയും മാമനും പിന്നെ അച്ചുവേട്ടനും, മാമൻ്റെ മകനാണ്, എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് പോയി. ഇതാണ് സ്ഥലം. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഇവർ ഇതിന് മുന്നേ വന്നിട്ടുണ്ട്, ഫുഡ് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവർ പോകുമ്പോൾ ഇവരെ കൂടെ ചാടി കയറി പോകുന്നതാണ്. നല്ല അടിപൊളി ഒരു അറ്റ്മോസ്ഫിയർ ഉള്ളൊരു സ്ഥലം കേട്ടോ. മുന്നേ പുറത്തുനിന്ന് കണ്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ ഇതിനുള്ളിൽ വന്നിട്ടില്ല. കുറേ അച്ചച്ചന്മാരൊക്കെ ഉണ്ടായിരുന്നു. മെൻ്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ അവരെയൊക്കെ പരിചയപ്പെട്ടു. കുറേ ആൾക്കാർ, ഒരു 62 ആൾക്കാരുണ്ടെന്നാണ് അവർ പറഞ്ഞത്. ഇവിടെ കോഴിക്കോട് കുതിരവട്ടം മെൻ്റൽ ഹോസ്പിറ്റലിൽ നിന്ന് ഏകദേശം ഭേദമായിട്ടുള്ള ആൾക്കാർ ഇവിടെ സ്റ്റേ ചെയ്യുന്നതാണ്. അങ്ങനെ ഇവർക്കുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് അവർക്ക് ഫുഡ് കഴിക്കാനുള്ള സമയമായി. അങ്ങനെ എൻ്റെ പേരെന്താണ്, അപ്പൂസിൻ്റെ പേരെന്താണെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരച്ഛൻ. അവരിവിടെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ അവർ നമ്മളെ വളരെ കരുതലോടെ അവരുടെ മനസ്സിൽ കരുതിയതിനും അവർ കാണിച്ച നല്ല മനസ്സിനും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കേട്ടോ. എല്ലാത്തിനും ദൈവകൃപയോടുകൂടി അവർ തുടരട്ടെ. അവരുടെ നല്ല മനസ്സിന് ദൈവം കൂടുതൽ കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. അവിടുത്തെ രാജ്യമറിയണമേ, സ്വർഗത്തിലെ പോലെ ഭൂമിയിലും അന്ന് ഞങ്ങൾ വിശ്വകാരം ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ്. ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ്. അങ്ങനെ അവർക്ക് ഫുഡ് കഴിക്കാനുള്ള സമയമായി. അപ്പോൾ എല്ലാവരും ലൈനായിട്ട് നിന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അവർക്ക് ഗീ റൈസും ചിക്കൻ കറി ആയിരുന്നു ഇന്നത്തെ ഫുഡ്. ഇവർ പ്രാർത്ഥനയൊക്കെ കേൾക്കാൻ നല്ല രസമാണ് കേട്ടോ. ഞാനൊരു ക്രിസ്ത്യൻ സ്കൂളിലാണ് പഠിച്ചത്, അപ്പോൾ എനിക്ക് ഇവരെ പ്രാർത്ഥനയൊക്കെ ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങളും അപ്പൂസിന് നല്ല വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് അപ്പൂസിനും ഭക്ഷണം കൊടുത്തു, ഞങ്ങളും കഴിച്ചു, അവരുടെ കൂടെ തന്നെ കഴിച്ചു. അപ്പൂസിന് എന്തൊക്കെയോ ഡൗട്ടുണ്ട്, അതൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൂസ്. ഇതൊക്കെ ആരാ, അതെന്താ ഇവിടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന് അവിടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് സിസ്റ്റർ ഒരു കാര്യം പറഞ്ഞത്. ഇത് നമ്മളിവിടുത്തെ ഒരാൾ ഉണ്ടാക്കിയതാണ്. സാഗർ എന്നാണ് ആളെ പേര്. ആൾ എന്താ പറയുക, പഴയ സാരിയൊക്കെ വെച്ചിട്ട് കൈകൊണ്ട് തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ പുതിയതായിട്ട് അവൻ ഉണ്ടാക്കിയ ഒരു കാര്യമാണിത്, ബാഗ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തെങ്കിലും ട്രെയിനിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോസൊക്കെ കണ്ടിട്ട് ഉണ്ടാക്കുകയാണോ എന്ന്. ഒന്നുമല്ല, സാരി തന്നെ അവൻ തന്നെ കീറി ഉണ്ടാക്കുന്നതാണ് പോലും. ആളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു, നല്ല പെർഫെക്റ്റായിട്ട് ഈ കളറൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. ഇത് നമ്മളെ സാഗർ.
ഇയാളാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ അവനെക്കുറിച്ച് അവനുണ്ടാക്കിയ സാധനത്തെക്കുറിച്ചാണ് പറയുന്നതെന്ന് കണ്ടപ്പോൾ ആൾ മെല്ലെ വന്ന് നോക്കുക കേട്ടോ. ആൾക്ക് ചെവി കേൾക്കില്ല, സംസാരിക്കാനും കഴിയില്ല. പക്ഷെ എന്താ പറയുക, ആളെ ഉള്ളിലുള്ള ടാലൻറ്റ് പുറത്തേക്ക് വന്നത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല കേട്ടോ ഇതൊന്നും. അപ്പോൾ ആളെക്കുറിച്ച് പറയുകയാണെങ്കിൽ 5 വയസ്സിൽ തൃശ്ശൂർ പോലീസിന് ട്രെയിനിൽ വെച്ച് കിട്ടിയതാണ് സാഗറിനെ. പിന്നെ 2006 ഈ സെൻറ്റർ തുടങ്ങിയപ്പോൾ മുതൽ സാഗർ ഇവിടെ ഉണ്ട്. ആളൊരു കൃഷ്ണഭക്തനാണ് കേട്ടോ. രാവിലെ നേരത്തെ എഴുന്നേറ്റ് പ്രാർത്ഥനയും റുട്ടീൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് ബിസിയാണ്. നല്ലൊരു അറ്റാച്ച്മെൻറ്റ് തോന്നിപ്പോകുന്ന ഒരു മുഖമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ക്യാരക്ടറൊക്കെ പറഞ്ഞപ്പോൾ. അങ്ങനെ നമ്മളവിടെ നിന്ന് പോരാണ്. ഇന്ന് എന്താ പറയില്ല, മനസ്സ് ഭയങ്കരമായിട്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. സാഗർ നമ്മളെ യാത്ര അയക്കാൻ വേണ്ടി അവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ഇനിയും വരാട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. നമ്മളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.